വിപണിയിൽ നിക്ഷേപ താൽപര്യം തുടരുക തന്നെയാണ്. കഴിഞ്ഞ കുറേ ദിവസമായി തുടർച്ചയായുള്ള ഒരു നിക്ഷേപ താൽപര്യത്തിൽ മുൻനിര സൂചികയായി നിഫ്റ്റി 15,000-ന് മുകളിൽ തുടർന്ന് വ്യാപാരം നീങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയും ചെയ്തു. ഈ ഒരു പ്രവണത വിപണിയിൽ ആവർത്തിക്കാൻ തന്നെയാണ് സാധ്യത. അതിന് രണ്ട് ഘടകങ്ങളാണ് പ്രധാനമായും വർദ്ധിക്കുന്നത്. ഒന്ന്, ആഗോള വിപണികളിൽ ഉണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റം. ഒപ്പം ആഗോളതലത്തിൽ തന്നെ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിഗതികൾ അല്ലെങ്കിൽ സാമ്പത്തിക ഘടകങ്ങളിൽ ഒരു മുന്നേറ്റം ഉണ്ടായേക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ. അത് രൂപയുടെ മൂല്യത്തിൽ പ്രതിഫലിക്കുന്നു. രൂപയുടെ മൂല്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മെച്ചപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം കാണിക്കുന്നത് വരും ദിവസങ്ങളിൽ വിപണിയിൽ നിക്ഷേപ താൽപര്യം തുടരുമെന്ന് തന്നെയാണ്. മാത്രമല്ല, രാജ്യത്തെ കോവിഡ് കേസുകൾ, പ്രതിദിന കേസുകളുടെ എണ്ണം 3 ലക്ഷത്തിൽ താഴെ തുടർച്ചയായി കുറേ ദിവസങ്ങളായി തുടരുന്നതും ഒരു പ്രതീക്ഷയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ വിപണിയിൽ ഈ തോതിലുള്ള ഒരു നിക്ഷേപ താൽപര്യം അല്ലെങ്കിൽ നിക്ഷേപ തരംഗം തുടരുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതനുസരിച്ചുള്ള അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ടുള്ള ഒരു നിക്ഷേപ തീരുമാനം അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ടുള്ള ഒരു നിക്ഷേപ രീതിയായിരിക്കണം ഇനി വരും ദിവസങ്ങളിൽ തുടരേണ്ടത്. മുൻനിര സൂചികയായി നിഫ്റ്റിക്ക് സാങ്കേതികമായി 15,100 എന്നുള്ള ഒരു പ്രധാനപ്പെട്ട നിലവാരമാണ്, ഒരു അടിസ്ഥാന നിലവാരമാണ്. അതുകൊണ്ട് തന്നെ ആ നിലവാരത്തിന് താഴേക്ക് നീങ്ങാതെ ആ നിലവാരത്തിന് മുകളിൽ വ്യാപാരം തുടരുന്ന ഒരു സാഹചര്യത്തിൽ 15,800 എന്നുള്ള പുതിയ നിലവാരത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും ഈ ഒരാഴ്ച വിപണിയിൽ ഈ ഒരു മാസത്തെ അവധി വ്യാപാര കരാറുകൾ അവസാനിക്കുന്ന ഒരു ആഴ്ചയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഏറ്റക്കുറച്ചുകൾ വിപണിയിൽ ഉണ്ടാവാം. എന്നാൽ ആ ഓരോ ഏറ്റക്കുറച്ചിലുകളും പുതിയ നിക്ഷേപ സാധ്യതകളാണ്. ആ നിക്ഷേപ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയുള്ള ഇടപാടുകളായിരിക്കണം നിക്ഷേപകർ ഇപ്പോൾ സ്വീകരിക്കേണ്ടത്. രാജ്യത്തിന്റെ അടിസ്ഥാന സാമ്പത്തിക ഘടകങ്ങളിൽ വരും മാസങ്ങളിൽ ഒരു പുരോഗതി ഉണ്ടായിരിക്കും എന്നുള്ള ഒരു സൂചന അല്ലെങ്കിൽ ആ ഒരു ആത്മവിശ്വാസം വിപണിയിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ് വിപണിയിൽ കാണുന്ന ഈ ഒരു നിക്ഷേപ തരംഗത്തിന്റെ അടിസ്ഥാനവും. സൂചികകളാണെങ്കിൽ ഓരോ തിരുത്തലിലും നിക്ഷേപം തുടരുകയും അത് സൂചികകളിലെ തന്നെ അടിസ്ഥാന നിലവാരത്തെ മെച്ചപ്പെടുത്തി അല്ലെങ്കിൽ ക്രമപ്പെടുത്തി മുന്നേറുകയും ചെയ്യുന്ന ഒരു സാഹചര്യവുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ഇതാണ് വരും ദിവസങ്ങളിൽ സൂചികൾ മുന്നോട്ട് നീങ്ങും എന്നുള്ളതിന്റെ അല്ലെങ്കിൽ വിപണി മുന്നോട്ട് നീങ്ങും എന്നുള്ളതിന്റെ ഒരു സൂചന ബലപ്പെടുത്തുന്നത്. എന്തായാലും നിക്ഷേപകർ ഇപ്പോൾ സ്വീകരിക്കേണ്ട മാർഗം വിപണിയിൽ നിന്നും വിട്ടുമാറുക എന്നല്ല. എന്നാൽ അതേസമയം തന്നെ ഏതെങ്കിലും ഒരു മേഖലകളിൽ മെച്ചപ്പെട്ട ഒരു ലാഭസാധ്യതയോ അല്ലെങ്കിൽ ഒരു വരുമാന സാധ്യതയുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്താവുന്നതുമാണ്. എങ്കിലും വിപണിയുടെ നീക്കം മുന്നോട്ട് തന്നെ എന്നുള്ള ഒരു സൂചന അല്ലെങ്കിൽ എന്നുള്ള ഒരു കാര്യം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയുള്ള ഒരു നിക്ഷേപ തീരുമാനമായിരിക്കും അല്ലെങ്കിൽ ഇടപാടുകളായിരിക്കും നിക്ഷേപകർ തുടരേണ്ടത്. സാങ്കേതികമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച നിലവാരം വളരെ പ്രധാനമാണ്. മുൻനിര സൂചികയായി നിഫ്റ്റിക്ക് 15,100 എന്നുള്ള അടിസ്ഥാന നിലവാരമാണ്. അതിന് മുകളിൽ 15,300 മുകളിൽ വ്യാപാരം തുടരുന്ന സാഹചര്യത്തിൽ 15,800 നീങ്ങാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവധി വ്യാപാര കരാറുകൾ അവസാനിക്കുന്ന ആഴ്ചയായതിന്റെ ഏറ്റക്കുറച്ചിൽ വിപണിയിൽ ഉണ്ടാവാം. അതും ഒരു നിക്ഷേപ അവസരം തന്നെയായിരിക്കും. അതും ആ രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തേണ്ടതാണ്.